ആൺകുട്ടികളും പെൺകുട്ടികളും ശ്രദ്ധിക്കുക. ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കോർ സെക്കന്ദരാബാദിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. ഇതിനുള്ള ആപ്ലിക്കേഷൻ വിടേണ്ടത് ഓഫ്ലൈനിലാണ്. പരീക്ഷ നടക്കുന്നതും സെക്കന്ദരാബാദിൽ വെച്ച് ഓഫ്ലൈൻ മോഡിലായിരിക്കും പരീക്ഷ നടക്കുക. ഇവിടെയുള്ള പോസ്റ്റുകൾ ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഫിസിക്സിലോ മാത്സിലോ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ 21-30 എന്ന് പറയുന്ന പ്രായപരിധിയിൽ OBCക്ക് SC/STക്കൊക്കെ ഇളവുണ്ട്. അതുപോലെ മറ്റൊരു പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറയും. അത് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള SSLC പാസ്സായ, അതിൻ്റെ കൂടെ ഡിക്റ്റേഷനും ട്രാൻസ്ക്രിപ്ഷനും എക്സ്പീരിയൻസ് ഉള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന് പറയും. മറ്റൊരു പോസ്റ്റാണ് MTS അഥവാ മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറയും. 18-നും 25-നും ഇടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. SSLCയും 1 വർഷത്തെ എക്സ്പീരിയൻസും ഇതിന് ആവശ്യമാണ്. ഏത് ജോബാണോ ആ മൾട്ടി ടാസ്ക് സെക്ഷനിലെ ഏത് സെക്ഷനിലാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിലെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, പ്ലസ് SSLC കൂടെ ഉണ്ടായിരിക്കും. പിന്നെ വാഷർമാൻ എന്ന പോസ്റ്റുണ്ട്. അതിന് SSLC മതി. 18-25 ഏജ് ബാർ വരുന്നത്. അവിടെയും SC/ST വിഭാഗത്തിന് OBCക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. LDC അത് +2 പാസ്സായ കുട്ടികൾക്കുള്ള പോസ്റ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് +2 മാത്രം പോരാ. അവർ ടൈപ്പിൻ്റെ ടെസ്റ്റ് നടത്തുമ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ് 1 മിനിറ്റിൽ, ഹിന്ദി ആണെങ്കിൽ 30 വേർഡ് 1 മിനിറ്റിൽ അങ്ങനെ അടിക്കാൻ സാധിക്കണം. 18-നും 25-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. LDCയുടെ പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എക്സാം സെക്കന്ദരാബാദിൽ വെച്ചായിരിക്കും നടക്കുക. 150 മാർക്കിനുള്ള പരീക്ഷ ഓഫ്ലൈൻ മോഡലാണ് നടക്കുന്നത്. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതിൽ റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയാണ് ഉണ്ടായിരിക്കുക. സാധാരണ SSC പരീക്ഷയ്ക്ക്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയ്ക്ക് നടത്തുന്ന അതേ പോർഷൻസും അതേ രീതിയായിരിക്കും. ഇതിന് ആപ്ലിക്കേഷൻ സെക്കന്ദരാബാദിൽ എത്തേണ്ട ഡേറ്റ് നവംബർ 14 ഓഫ്ലൈനായിരുന്നു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ആദ്യം തന്നെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന QR കോഡ്, ഞാനിവിടെ ഒരു QR കോഡ് കൊടുക്കുന്നുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റും എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കുക. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റൽ അഡ്രസ്സിൽ നവംബർ 14 സെക്കന്ദരാബാദിൽ കിട്ടാവുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ അയക്കണം. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്.